അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് വലിയ സ്ഥാനമാനങ്ങൾ അല്ലാഹു തആല നൽകുകയാണ്. ദുനിയാവിൽ സ്ഥാനമാനങ്ങൾ നൽകുകയാണ്, അഭിമാനം നൽകുകയാണ്, നല്ല പവർ അല്ലാഹു തആല തരുകയാണ്. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ഉയരങ്ങളിലേക്ക് നമ്മെ അല്ലാഹു തആല എത്തിക്കുകയാണ്. ഇതെല്ലാം എത്തിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ? നമ്മോട് മഹാന്മാര് പറയുകയാണ്, ഓരോ ദിവസവും നിങ്ങൾ ആത്മാർത്ഥമായി ചെയ്യേണ്ട ഒരു അമലാണിത്. എപ്പോഴാണ് നമുക്ക് കഴിയുന്നത്? ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മളിത് ചെയ്താൽ, ഇതിങ്ങനെ തുടർന്നാൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ മലക്കുടെ സഹായം വരികയാണ്. ജനങ്ങൾ മുഴുവനും നമ്മെ ഇഷ്ടപ്പെടുകയാണ്. വലിയ സ്ഥാനമാനങ്ങൾ നമുക്ക് ദുനിയാവിൽ ലഭിക്കുകയാണ്. വലിയൊരു മുജറബായ അമല് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ചെയ്യേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ ഇരുന്നിട്ട് 50 പ്രാവശ്യം നമ്മൾ ചൊല്ലണം. വുദൂവോടുകൂടെ ആത്മാർത്ഥമായി ഇരുന്നിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് 50 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. ഇത് ചൊല്ലുമ്പോൾ ദുനിയവിയായ ചിന്തകൾ വേണ്ട, മൊബൈൽ ഫോൺ മാറ്റിവെക്കുക, മറ്റു ചിന്തകൾ മാറ്റിവെക്കുക. എന്നിട്ടോ പിന്നെ നമ്മൾ ചൊല്ലണം 50 പ്രാവശ്യം ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. 50 വട്ടം ചൊല്ലണം ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. 50 വട്ടം ചൊല്ലുക. പിന്നെയോ നമ്മൾ ചൊല്ലേണ്ടത് എന്തെന്നറിയോ? സൂറത്തു ത്വാഹയിലെ 39ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമുണ്ട്. വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി, വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി, വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി. ഈ ഒരു ആയത്തിന്റെ ഈ ഭാഗം അവിടുന്ന് 50 പ്രാവശ്യം നമ്മളിങ്ങനെ ചൊല്ലുക. 50 വട്ടം ഇരുന്നിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. അത് കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ സ്വലാത്ത് ചൊല്ലണം മുത്തുനബിയുടെ പേരില്, അവിടുത്തെ കുടുംബത്തിന്റെ പേരില്. എങ്ങനെയാ ചൊല്ലേണ്ടതെന്നറിയോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസല്ലിം. ഇത് 55 വട്ടം നമ്മൾ ചൊല്ലണം. എന്ന് ചൊല്ലിക്ക്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസല്ലിം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസല്ലിം. ഈ ഒരു അമൽ ഒരാൾ ചെയ്താൽ, ഈ അമല് കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ അല്ലാഹു നൽകുകയാണ്. വലിയ സ്ഥാനമാനങ്ങൾ അല്ലാഹു തആല നൽകുകയാണ്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുകയാണ്. ഈ സ്വലാത്ത് എത്ര വട്ടം ചൊല്ലണം? 55 തവണ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 50 തവണ ചൊല്ലണം. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ 50 തവണ ചൊല്ലണം. വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി 50 പ്രാവശ്യം പറയണം. 50 പ്രാവശ്യം ഇങ്ങനെ പറയാം. സൂറത്തു ത്വാഹയിലെ 39ാമത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ്. പിന്നെ നമ്മൾ സ്വലാത്ത് ചൊല്ലുക മുത്തുനബിന്റെ പേരിൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ, അവിടുത്തെ കുടുംബത്തിന്റെ പേരിൽ വ ആലിഹി വസല്ലിം. ഇങ്ങനെ 55 തവണയും ചൊല്ലുക. ഇതിങ്ങനെ ചൊല്ലി നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ, ഇത് നമ്മളൊന്ന് തുടർന്നാൽ ഒരു 3 ദിവസത്തിന്റെ ഒരു വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. ഒരുപാട് ആളുകൾ നമ്മളെ സമീപിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടൊരു ഇഷ്ടദാസന്മാരിൽ പെടാൻ നമുക്ക് കഴിയും. മാത്രല്ല അല്ലാഹു തആല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ് ദുനിയാവിലുള്ള മനുഷ്യർ മുഴുവനും നമ്മെ ഇഷ്ടപ്പെടുക. ദുനിയാവിലുള്ള ആളുകളൊക്കെ നമ്മെ വെറുക്കുന്നുണ്ടെങ്കിൽ, നമ്മെ കളിയാക്കുന്നുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹും അവന്റെ മലക്കുകളും നമ്മൾ വെറുത്തു തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. മനസ്സിലായോ? ദുനിയാവിലെ തെറ്റിന്റെ വഴികളിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരാളാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹും അവന്റെ ഇഷ്ടപ്പെട്ട ആളുകളും നമുക്കെതിരെ വെറുക്കുന്നുണ്ട് എന്നാണ്. അതുകൊണ്ട് നന്മയുടെ പക്ഷത്തേക്ക് നമുക്ക് നിൽക്കാൻ കഴിയാം. അല്ലാഹുവിന്റെയും അവന്റെ മലക്കുകളുടെ സ്നേഹം ഉണ്ടെങ്കിൽ തിന്മയുടെ പക്ഷത്തിലൂടെ നമുക്ക് അങ്ങനെ സഞ്ചരിക്കാൻ കഴിയില്ല. മനസ്സിലായോ? ആ ഇഷ്ടമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അത് ദുനിയാവിൽ വെച്ച് നമ്മൾ നേടണം. ഈ നന്മയാർന്ന അമല് ഇൻഷാ അല്ലാഹ് ഇതിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരും, നമ്മുടെ ചാനലിൽ വരും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എടുത്തിട്ട് കണ്ട് ഒന്ന് ഓതി നിങ്ങൾ കൂടെ ഒന്ന് കൂട്ടിക്കോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വലിയ നന്മകളാ തരും. ഇനി ഞാൻ